ഏവർക്കും വന്ദനം. ഞാൻ ഈ വചന ധ്യാനം ചെയ്യുന്നത് ഇന്ന് പ്രത്യേകിച്ച് അപകർഷതാബോധത്തിൻ്റെ ഭാരം പേറി സ്വയത്തോട് അതൃപ്തിയിൽ അല്ലെങ്കിൽ അസ്വസ്ഥതയിൽ സ്ഥിതി ചെയ്യുന്ന കോടിക്കണക്കിൽ ആളുകൾ ഈ ഭൂമിയുടെ പരപ്പിലുണ്ട് എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയാണ് നമ്മുടെ ചിന്തയ്ക്കാസ്പദമായി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആദ്യമായി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് സാർവലൗകികമായ ഒരു ആഹ്വാനമാണ്. ഇന്ന കൂട്ടത്തിലുള്ളവരെന്നോ ഇന്ന രാജ്യത്തുള്ളവരെന്നോ ഇന്ന ലിംഗത്തിലുള്ളവരെന്നോ സാമൂഹ്യമായി ഇന്ന ശ്രേണിയിലുള്ളവരെന്നോ ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. എല്ലാവരുമേ. അപ്പോൾ മനുഷ്യജാതിയെ ആകമാനം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ആഹ്വാനം വിഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നാം ഏവരും വിശുദ്ധന്മാരുള്ള പോലെയുള്ള മറ്റുള്ളവരും പാപിയെപ്പോലെയുള്ള എന്നെ പോലെയുള്ള ആളുകളും ഒരുപോലെ അതിൽപ്പെടും എന്നതാണ് സകല ജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം. അപ്പോൾ നമ്മെ തന്നെയുള്ള സത്യം എന്താണ്? പലപ്പോഴും നാം തിരിച്ചറിയാനോ തിരിച്ചറിഞ്ഞാൽ മറ്റുള്ളവരുമായി പങ്കിടുവാനോ പൊതുവായി സമ്മതിക്കുവാനോ കൂട്ടാക്കാത്ത ഒരു അടിസ്ഥാന സത്യം: നാം എല്ലാവരും ഭാരം ചുമക്കുന്നവരാണ്. നാം അധ്വാനിക്കുന്നത് പോലും ഭാരമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. നമ്മുടെ ഈ അവസ്ഥയെപ്പറ്റി ദൈവത്തിന് യേശുവിൽ കൂടെ പ്രത്യേകമായ കരുതലും ആ കരുതലിൽ കൂടെ ഉത്ഭവിക്കുന്ന ഇടപെടലിൻ്റെ താല്പര്യവുമുണ്ട് എന്ന് നാം ആദ്യമേ ധരിക്കുക. സർവ്വജനത്തിനു വേണ്ടി കരുതുന്ന ഒരു ദൈവം എന്നും ജീവിച്ചിരിക്കുന്നു എന്നത് ഈ ലോകത്തിന് നമുക്ക് നൽകാൻ കഴിയാത്ത ആശ്വാസം തന്നെയാണ്. അത് വേണ്ടതുപോലെ പ്രാപിപ്പാൻ അവകാശവും ആവശ്യമുള്ളവർ അതിൻ്റെ അർഹത നഷ്ടപ്പെട്ട് അങ്ങുമിങ്ങും കെട്ടപ്പെട്ട ആടുകളെപ്പോലെ സ്ഥിതി ചെയ്യുന്നു എന്നത് മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ദുരവസ്ഥ തന്നെയാണ്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് എന്ന് മുൻപുള്ള പല വീഡിയോകളും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാകിയാൽ ഞാൻ ആ ഭാഗം ആവർത്തിക്കുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ ഈ കരുതൽ, യേശു തിരിച്ചറിയുന്ന മനുഷ്യ അവസ്ഥയുടെ സാർവലൗകികമായ സ്ഥിതിവിശേഷം, അതിൻ്റെ സത്യം എന്താണ്? വളരെ സ്പഷ്ടമായി ലളിതമായ ഭാഷയിൽ യേശു പറയുന്നു, നിങ്ങളെല്ലാവരും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. എൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണ്. ഇത് ആദ്യമേ നമ്മുടെ മനസ്സിൽ നാം കുറിച്ചു വച്ചെങ്കിൽ മാത്രമേ ഈ ആഹ്വാനത്തിൻ്റെ മനോഹരമായ അതിമഹത്തരമായ ആശയങ്ങളും സാധ്യതകളും നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാകുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ലോകത്തിൽ ആരെയും ഒഴിച്ചു നിർത്താതെ എല്ലാവരെയും ഒന്നുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരാഹ്വാനമാണ് എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. പക്ഷേ എല്ലാവരും എന്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരണം? ലോകത്തിലുള്ള എല്ലാവരും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണ്. ഇത് നമ്മുടെ അവസ്ഥയാകയാൽ, അല്ലെങ്കിൽ ഇത് നമ്മുടെ അവസ്ഥയെ പറ്റിയുള്ള സത്യമാകയാൽ, ഇതുകൊണ്ട് എന്താണ് യേശു ഉദ്ദേശിച്ചത് എന്ന് അല്പം ആലോചിക്കുന്നത്, അന്വേഷിക്കുന്നത് തീർച്ചയായും ഉചിതമാണ്. നമുക്കതുകൊണ്ട് ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ദിശയിലേക്ക് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത തിരിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ, ഭാരം ചുമക്കുന്നവർ, മനുഷ്യർ ചുമക്കുന്ന ഭാരം അപകർഷതാബോധമാണ്. അപകർഷതാബോധം എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും തന്നെപ്പറ്റി അനുഭവിക്കുന്ന, തന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ അനുഭവിക്കുന്ന ജാള്യതയുടെ, അല്ലെങ്കിൽ ഞാൻ ആയിത്തീരേണ്ടതുപോലെ ആയിത്തീരാൻ കഴിയാഞ്ഞതിൻ്റെ ആ ഇച്ഛാഭംഗവും അത് സംബന്ധമായ
മാനസികമായ ഭാരവും സങ്കടവും ആരോടൊന്നില്ലാത്ത പരാതിയും മുറ്റി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഭാരം ചുമക്കുക എന്ന് പറയും. സത്യമായി പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ വേണ്ടതുപോലെ പരാമർശിക്കപ്പെടാതിരിക്കുന്നൊരു സത്യമായി ഞാൻ പറഞ്ഞാൽ, നാം ചുമക്കുന്ന ഭാരം നാം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ന ഭാരത്തെയാണ് നാം ചുമന്നുകൊണ്ട് നടക്കുന്നത്. ആ സത്യം തിരിച്ചറിയുന്നതിന് പകരം അതെനിക്ക് ഭാരമാണ്, ഇതെനിക്ക് ഭാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നത് ഈ വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിയും. നാം ചുമക്കുന്ന ഭാരം നാം തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഭാരം നാം തന്നെയാണ് എന്ന് പറയുന്നതിൽ ഒരു കുറ്റസമ്മതവും അല്ലെങ്കിൽ ഒരാരോപണവും അതേസമയം തന്നെ ഒരു ആഹ്വാനവുമുണ്ട്. ഇപ്പോൾ നാം ചുമക്കുന്ന ഭാരം നാം തന്നെയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നാമാണ്. എന്നാൽ അതുപോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ പ്രധാനമായി നമ്മുടെ ഈ അവസ്ഥ നാം തന്നെ ക്ഷണിച്ചു വരുത്തിയതാകയാൽ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനും നമുക്ക് കഴിയും. നാം എന്തിനെ വിളിച്ചു വരുത്തിയോ അതിൽ നിന്ന് വിമോചനം പ്രാപിപ്പാനും നമുക്ക് കഴിയും. യാതൊരു സംശയമില്ല. വിളിച്ചു വരുത്തുവാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അതിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറയുന്നത് നാം നമ്മോട് ചെയ്യുന്ന അപരാധമാണ്, വഞ്ചനയാണ്. ഇതാണ് സ്വയം വഞ്ചനയുടെ ഏറ്റവും കാതലായ ഭാഗം. നാം പല കാര്യങ്ങളും വലിച്ചു തലയിൽ വെച്ചിട്ട് ഞാനതിൻ്റെയൊക്കെ ഇരയാണ് എന്ന് പറഞ്ഞിരിക്കുകയും എനിക്കൊരിക്കലും ഈ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ സാധ്യമല്ല എന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്യുന്നതാണ് സ്വയം വഞ്ചനയുടെ കാതലായ ഭാഗം. ലോകത്തിൽ മനുഷ്യനെ വഞ്ചിക്കുന്നുണ്ട്. പക്ഷേ സ്വയം വഞ്ചനയുടെ തോത് വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ വഞ്ചിക്കുന്നതിൻ്റെ 1000 ഇരട്ടിയാണ് സ്വയം വഞ്ചനയുടെ തോത് എന്നതാണ് പരമാർത്ഥം, അതിൻ്റെ അടിസ്ഥാനപരമായ സത്യം. പക്ഷേ നാം അത് നമ്മോട് ചെയ്യുന്ന അനീതിയാകയാൽ അത് തിരിച്ചറിയാൻ നാം കൂട്ടാക്കുകയില്ല. കാരണം തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ കഴിയുന്ന വ്യക്തികൾക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യം അവരുടെ തന്നെ അവസ്ഥയുടെ ചുമതല ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും അവർ മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടിരിക്കും. അങ്ങനെ മറ്റുള്ളവരെ പഴിചാരുവാനുള്ള മാനസികമായ ആവശ്യം അനുഭവിക്കുന്ന ഏവരെ പറ്റിയുള്ള സത്യം യേശു വെളിപ്പെടുത്തുകയാണ്. അവർ ഭാരം അനുഭവിക്കുന്നവരാണ്. എന്താണ് അവരുടെ ഭാരം? അവർ തന്നെയാണ് അവരുടെ ഭാരം. എങ്ങനെയാണ് അവർ അവരുടെ ഭാരമായി തീർന്നത്? അവർ അവരെ തന്നെ അവരുടെ ഭാരമാക്കി തീർത്തതാണ്. അതിന് പലവിധമായ വശങ്ങളുണ്ട്. അവയൊക്കെയും ഒരു വീഡിയോയിൽ പ്രതിപാദിപ്പാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളിതിനെപ്പറ്റി അനുഭവത്തിൽ കൂടെ ചിന്തിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് വെളിപ്പെട്ട് വരുവാൻ സാധ്യമാകുന്നതേ ഉള്ളൂ. അപ്പോൾ നാം എല്ലാവരും ഭാരം അനുഭവിക്കുന്നവരാണ്. അധ്വാനം, 2 കാര്യം യേശു പറയുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും. ഞാൻ എപ്പോഴും അതിശയിക്കുന്നൊരു കാര്യം, എന്തെല്ലാം ആശയങ്ങളാണ് യേശു നമുക്ക് വളരെ പരിചിതമായ വാക്കുകളിൽ കൂടെ നമുക്കായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഇപ്പോൾ നാം ചിന്തിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഭാഗം. എന്താണ് ഈ അധ്വാനം? നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന വേലയാണ് അധ്വാനം. ഇപ്പോൾ ഒരമ്മ വീട്ടിൽ പാചകം ചെയ്ത് അതിനുള്ള അംഗങ്ങളെ തീറ്റിപ്പോറ്റുന്നു. അതൊരിക്കലും ഒരു അധ്വാനമായിട്ട് ഒരമ്മ കാണുകയില്ല. ആ അധ്വാനത്തിന് കൂലി വേണമെന്ന് പറയുകയുമില്ല. ചെയ്യുന്ന അധ്വാനത്തിൻ്റെ കണക്കും പറയാറില്ല. പിന്നെ പറയും എപ്പോഴാണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ കലഹമുണ്ടായി ഭർത്താവിനെയോ മക്കളെയോ വൈകാരികമായി അല്പം ഒരു ഞൊട്ട് കൊടുക്കണമെന്നൊന്ന് പറയും. ഞാൻ ചുമക്കുന്ന ഭാരം ഞാനില്ലായിരുന്നു കാണാമായിരുന്നു എന്ന് പറയും. പക്ഷേ അത് നൈമിഷികമാണ് എന്ന് പറയുന്ന അമ്മ മണിക്കൂറുകൾക്ക് ശേഷം അടുക്കളയിൽ കയറുകയും സ്നേഹമിശ്രണമായ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയും ഇരിക്കും. അപ്പോൾ നമുക്ക് പരിചയമുള്ള കാര്യമാണ്. ഒരിക്കലും താൻ ചെയ്യുന്ന അധ്വാനം ഒരു ഭാരമാണ് എന്ന് ഒരു ഭവനത്തെപ്പറ്റി കരുതലുള്ള ഒരു മാതാവും ഒരു സ്ത്രീയും പറയില്ല, പറഞ്ഞിട്ടുമില്ല. എന്നാൽ
കുടുംബം ശിഥിലീകരിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ പറഞ്ഞു വന്നിരിക്കും. അങ്ങനെ പറയുന്ന ആളുകളെ കുറ്റം വിധിപ്പാൻ നമ്മളാരും യോഗ്യരല്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, അധ്വാനം എന്ന് പറയുന്നത് കൊണ്ട് വേദപുസ്തകത്തിൽ ഒരു പ്രത്യേകമായ ആശയമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആദാമിനെ ദൈവം തോട്ടത്തിൽ കൊണ്ട് നിർത്തിയിട്ട് നീ ഇവിടെ അധ്വാനിക്കണമെന്ന് പറയുന്നു. അവിടെ ആദാം അധ്വാനിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, ആരുടെയും കീഴിലല്ല അധ്വാനം. അവൻ സ്വതന്ത്രനായി അവനാ നൽകപ്പെട്ട തോട്ടത്തിൽ അതിൻ്റെ വെളിപ്പെട്ടു വന്നതും ഇനിയും വെളിപ്പെടാനിരിക്കുന്നതുമായ ഗുണഫലങ്ങൾ, നന്മകൾ, സാധ്യതകൾ അനുദിനം വെളിപ്പെടുത്തേണ്ടതിന് അവൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ സ്വമനസാലെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ജോലി ചെയ്യുന്നു. അതാണ് അധ്വാനം. ബാക്കിയുള്ളതൊക്കെയും അടിമവേലയാണ്. ഇപ്പോൾ ഞാനൊരു ക്യാബിനറ്റ് മിനിസ്റ്ററാണെന്ന് വിചാരിക്കൂ. എനിക്ക് എൻ്റെ മനസാക്ഷിയും എൻ്റെ വ്യക്തിത്വവും ഞാൻ വെച്ച് പുലർത്തുന്ന മാനവിക ആദർശങ്ങളും അനുസരിച്ച് എനിക്ക് പ്രവർത്തിപ്പാനുള്ള സ്വാതന്ത്ര്യമില്ല. എൻ്റെ യജമാനനായ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കണ്ണെപ്പോഴും എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇച്ഛയനുസരിച്ച് മാത്രമേ എനിക്ക് ബാത്റൂമിൽ പോലും പോകാനൊക്കത്തുള്ളൂ എന്ന സ്ഥിതിയിലിരിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും ഈ ധോബിയുടെ, മറ്റുള്ളവരുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കുകാരൻ പണ്ട് ഉപയോഗിച്ച് വരുന്ന കഴുതയുണ്ട്. അപ്പോൾ ധോബിയുടെ വിഴുപ്പ് ഭാണ്ഡവും ചുവന്ന് കിടക്കുന്ന കഴുതയും തമ്മിൽ ഈ ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല. അവരധ്വാനിക്കുന്നവരല്ല, അവർ അടിമവേല ചെയ്യുന്നവരാണ്. ഇത് പറയുമ്പോൾ നാം എല്ലാവരും മനസ്സിലാക്കണം, സംഘടിതമായ ലോകത്തിൽ എല്ലാ സംരംഭങ്ങളും ചില പ്രത്യേകമായ താല്പര്യങ്ങളിൽ കൂടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ആ കമ്പനിക്കൊരു ഉടമയുണ്ട്. ആ ഉടമയ്ക്ക് അവൻ്റേതായ താല്പര്യവും ലക്ഷ്യങ്ങളുമുണ്ട്. അതൊരിക്കലും എൻ്റെ താല്പര്യവും ലക്ഷ്യവുമാകണമെന്നില്ല. ഞാനവിടെ ജോലി ചെയ്യുന്നത് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. 3 നേരം ആഹാരത്തിന് വക കാണേണ്ടതിന് വേണ്ടി ഞാനവിടെ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ നിർബന്ധിതമായി ചേരുന്ന പ്രവൃത്തികൾ ചെയ്യുന്നു. അത് അധ്വാനമല്ല, അത് ഒരു തരത്തിലുള്ള അടിമത്തമാണ്. ഞാൻ 35 വർഷം പുരോഹിതനായിരുന്നു. ഇക്കാലം അത്രയും അടിമത്വത്തിൻ്റെ രുചിയുള്ള അവസ്ഥ മാത്രമേ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ സഭയുടെ 1 രൂപ സാലറി വാങ്ങിച്ചിട്ടില്ല. ഞാൻ സർക്കാരിൻ്റെ സാലറിയിലാണ് ജോലി ചെയ്തിട്ടുള്ളത്. അധ്വാനിച്ച് എൻ്റെ അധ്വാനത്തിൻ്റെ പാരമ്യത്തിലാണ് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ നേടിയിട്ടുള്ളത്. എങ്കിൽ പോലും സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഓരോ സഭയ്ക്കുമുള്ള അതിൻ്റേതായ താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ടല്ലാതെ അതിനുതകുന്ന വിധത്തിൽ യേശുവിൻ്റെ കാഴ്ചകളെയും ദർശനത്തെയും ലോക യാഥാർത്ഥ്യങ്ങളെയും വളച്ചൊടിച്ചുകൊണ്ട് പരിമിതപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നിൽക്കാനോ പ്രവർത്തിക്കുവാനോ പ്രസ്താവിക്കുവാനോ സാധ്യമാകുകയുള്ളൂ. അത് അടിമത്വത്തിൻ്റെ അവസ്ഥയാണ്. അതിന് ദൈവീകമായൊരു പരിവേഷം കൊടുക്കുന്നത് കൊണ്ട് അതുകൊണ്ട് വലിയ പരിശുദ്ധിയാണെന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു 10 പുരോഹിതന്മാരെ വിളിച്ച് സ്വകാര്യമായി അവരോട് ചോദിക്കണം, സന്തോഷമല്ലയോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഇത് വെറും അടിമത്തമാണ്. പക്ഷേ സഹിച്ചു നിൽക്കേണ്ട ഗതികേടാണ്. ഇത് വിട്ടുപോകാൻ യാതൊരു മാർഗവുമില്ലാത്തതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഇന്നും ഇതിനകത്ത് നിൽക്കുന്നത് എന്നൊരു പച്ച പരമാർത്ഥമാണ്. യാതൊരു സംശയവുമില്ല. എത്രയോ പുരോഹിതന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്രയോ കന്യാസ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കന്യാസ്ത്രീകളെക്കാൾ പുരോഹിതന്മാരാണ് ഈ ശ്വാസം മുട്ടൽ കൂടുതൽ വ്യക്തമായി വിളിച്ചു പറയുന്നത്. അവർ പരസ്യമായി പറയില്ല, പക്ഷേ എന്നോട് അനേകം പേർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലരെയൊക്കെ രക്ഷപ്പെടുത്താനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് യേശു വളരെ വ്യക്തമായി മനോഹരമായി സൂചിപ്പിക്കുകയാണ്. നാം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണ്. അധ്വാനം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഭാരം ജനിപ്പിക്കുന്ന അധ്വാനം, അതിൻ്റെ പേരാണ് അടിമത്തം എന്നുള്ളത്. നിങ്ങൾ മനുഷ്യൻ്റെ ഔദ്യോഗിക ജീവിതത്തെ ഒന്ന് പരിഗണിച്ചാൽ ഈ ഭൂമിയുടെ പരപ്പത്ത് സ്വന്തം വ്യക്തിത്വത്തിൻ്റെയും അഭിരുചികളുടെയും സത്യസന്ധതയിൽ നിന്ന്
ജോലി നിർവഹിപ്പാൻ ഉള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകൾ വിരലിലെണ്ണാനേ കാണത്തുള്ളൂ. ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ ആത്മാവിനോടും അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളോടും അവരുടെ കഴിവുകളോടും അവരെ പറ്റിയുള്ള ദിവ്യമായ സങ്കല്പത്തിൻ്റെ പ്രതീക്ഷകളുടെ സൂക്ഷ്മതകളോടും അകൽച്ച പ്രാപിച്ച് മറ്റേതോ നുഖത്തിൻ്റെ കീഴിൽ അനുദിനം ക്ലേശിക്കുന്ന അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ടാണ് ജോലി സംബന്ധമായി സന്തോഷം അനുഭവിപ്പാൻ അർഹതയുള്ളവർ നന്നേ കുറവാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ ഇടയിലും ലോകത്തെമ്പാടും സ്ഥിതി ചെയ്യുന്നത് എന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കണം. അധ്വാനം എന്തുകൊണ്ട് ഭാരമായി നാം അനുഭവിക്കുന്നു? ഇവിടെ രണ്ട് തരത്തിലുള്ള സാധ്യതകളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഞാൻ പുസ്തകങ്ങൾ എഴുതുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ വളരെയധികം അധ്വാനിക്കും. നിങ്ങൾക്കറിയില്ല, സാധാരണകൾക്കറിയില്ല, ഒരു പുസ്തകം പബ്ലിഷ് ചെയ്ത് വരാൻ എത്രമാത്രം അധ്വാനം അതിൽ പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു പക്ഷേ അറിഞ്ഞുകൂടെ. അത് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ഇത്രയും ക്ലേശം, ഇത്രയും അധ്വാനം ഒരു പ്രതിഫലേച്ഛയുമില്ലാതെ. ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഭൂരിപക്ഷം പുസ്തകങ്ങളും തിയോളജി ബുക്സാണ്. നിങ്ങൾക്കറിയാം, ഭാരതത്തിലൊരു തിയോളജി ബുക്ക് പബ്ലിഷ് ചെയ്ത് ₹1 സമ്പാദിക്കാൻ സാധ്യമല്ല, നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ സെക്യുലർ ഏരിയയിൽ പബ്ലിഷ് ചെയ്താൽ ലാഭം ഉണ്ടാകും. അങ്ങനെ എനിക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. അതും പറയാൻ എനിക്കൊരു മടിയും. ഞാൻ ആത്മീയ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തതിൽ കൂടെ എനിക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ അതിൻ്റെ 10 ഇരട്ടി കോമ്പൻസേഷൻ സെക്യുലർ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തതിൽ കൂടെ എനിക്ക് പ്രാപിപ്പാൻ ഇടയായിട്ടുണ്ട്. അത് ഞാൻ ദൈവത്തിൻ്റെ നീതി എന്ന് മാത്രമാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ ഇത്രമാത്രം അധ്വാനം ചെയ്താൽ അത് ഭാരമല്ല എന്നെനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? എന്ന് മാത്രവുമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചിട്ടുള്ളത് പുസ്തകം എഴുതി അതിലേക്ക് മുഴുകി വന്ന ഒരു സ്ഥാനത്താകുമ്പോൾ നമ്മൾ ആ മറുരൂപമരയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. ഞാൻ ചില അവസരങ്ങളിൽ ഇരുന്ന് കുട്ടികളെപ്പോലെ കരഞ്ഞിട്ടുണ്ട്, സന്തോഷം സഹിക്കാൻ വയ്യ. ആ ഒരവസ്ഥ കൊണ്ട് എനിക്കറിയാൻ കഴിയും, ദൈവം വിഭാവന ചെയ്ത സർഗാത്മകതയുള്ള അധ്വാനം ഒരിക്കലും ഭാരമല്ല, പിന്നെയോ അതിൻ്റെ നേരെ മറിച്ചാണ്. സകല ഭാരങ്ങളെയും നീക്കുവാൻ പര്യാപ്തമായൊരു ആഹ്ലാദം അത് പ്രദാനം ചെയ്യും. ഇനി ഞാൻ വ്യക്തിപരമായ വേറൊരു കാര്യം കൂടെ പറയാം. എന്തുകൊണ്ടോ ഏതാണ്ട് ചെറുപ്പം തൊട്ടേ ദൈവം എനിക്ക് തന്ന ഒരു ആനുകൂല്യം ശരീരത്തിൽ വേദന അനുഭവിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 1973 തൊട്ട് 71 തൊട്ട് ഞാൻ ഡൽഹിയിൽ ചെന്ന ശേഷം പലവിധമായ പീഡകൾ. അത് 81 ആയപ്പോൾ അത് മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു. 94 ആയപ്പോഴത്തേക്ക് അങ്ങ് തീരെ തകർന്നു, ഞാൻ തളർന്ന് കിടന്നുപോയി. അപ്പോൾ ഈ അവസ്ഥയിലൊക്കെയും വളരെയധികം പെയിൻ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വേദന വരുമ്പോൾ വേദന ശമിപ്പിക്കാനുള്ള മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടേഴ്സ് പറയും. പല മരുന്നുകൾ. എന്നാൽ ഈ മരുന്നുകളൊക്കെയും വേദന ശമിപ്പിക്കാനുള്ള എല്ലാ മരുന്നുകളും മനുഷ്യൻ്റെ വൃക്കകളെ, കിഡ്നികളെ നശിപ്പിക്കും. അപ്പോൾ ഞാൻ കഴിയുന്നത്രയും ഒരു മരുന്നും കഴിക്കാറില്ല. വേദനയുടെ ആകട്ടെ മറ്റുള്ള കാര്യങ്ങളാകട്ടെ, തീരെ ഇല്ലെന്നില്ല, കഴിയുന്നത്രയും എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേദന ശമിപ്പിക്കാനുള്ള മരുന്ന് ഒട്ടും കഴിക്കില്ല. കാരണം എന്താണ്? അതിന് മറ്റൊരു മരുന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ ഒട്ടും അതിശോക്തി പറയാൻ, വേദന അസഹനീയമായി വരുമ്പോൾ ഞാൻ ധ്യാനത്തിലേർപ്പെടും, അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങും. ഏറ്റവും നല്ല പെയിൻ കില്ലർ എഴുത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെൻ്റെ അനുഭവമാണ്. ആ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. അധ്വാനം ഒരിക്കലും ഒരു ഭാരമല്ല. ഭാരമാകുന്നത് എന്തോ അത് അധ്വാനമല്ല, അത് അടിമത്തമാണ്. അപ്പോൾ നാം ഓരോരുത്തരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അടിമകളാണ്. എത്ര വലിയ
ജോലിയിലിരിക്കുന്ന എത്ര വലിയ ശമ്പളം കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അവസാനമായി നമ്മെ തന്നെ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നാം പരിശോധിക്കുമ്പോൾ നാം അടിമകളാണ്. അപ്പോൾ ഈ അടിമത്വത്തിൻ്റെ അധ്വാനം, അത് അധ്വാനമല്ല, അടിമത്വത്തിൻ്റെ ഭാരം, ആ ഭാരമാണ് നാം അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഭാരം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ ഭാരവും യേശു പറഞ്ഞ ഭാരവും തമ്മിൽ ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കാൻ പോവുകയാണ്. നാം യഥാർത്ഥത്തിൽ അധ്വാനിക്കുമ്പോൾ, അധ്വാനത്തിൻ്റെ ആന്തരിക അർത്ഥം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അടിമത്വമല്ല അധ്വാനം. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പ്രത്യേകമായ കഴിവുകളും നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ സർഗാത്മകതയും എല്ലാ വിഭവങ്ങളും അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാൻ പ്രകടിപ്പിക്കാൻ പര്യാപ്തമായ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന സന്തോഷം ജനിപ്പിക്കുന്ന ശുശ്രൂഷകൾ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നാം അധ്വാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അധ്വാനിച്ചാൽ അതിൻ്റെ പ്രതിഫലം എന്താണ്? കൂലിവേല ചെയ്താൽ അതിന് കൂലി കിട്ടും. ഇപ്പം കൈക്കൂലി എന്നല്ലേ നമ്മൾ പറയുന്നത്. ഞാനെപ്പോഴും ദുഃഖത്തോട് ഓർക്കുന്നൊരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടന നമുക്ക് നൽകിയ അതിപ്രധാനമായ പ്രത്യേക വിദ്യാഭ്യാസ അവകാശങ്ങളെ ദുരുപയോഗം ചെയ്ത് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് സ്ഥാനത്തിൻ്റെ മാത്രം പൊങ്ങച്ചം കൊണ്ട് കയറിയിരിക്കുന്ന മെത്രാന്മാർ അവർ കൈക്കൂലി വാങ്ങിക്കുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവർ കൈക്കൂലി വാങ്ങിക്കുന്നു. ഒരു കോളേജിൽ ഒരു ലെക്ചറെ ഇപ്പോൾ നിയമിക്കുന്നത് 50 ലക്ഷം തൊട്ട് 1 കോടി രൂപ അവരെ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ്. ഈ കൈക്കൂലി പോകുന്നത് മെത്രാൻ്റെ കയ്യിലേക്കാണ്, യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഈ കൈക്കൂലി വാങ്ങിക്കും. കൂലി വാങ്ങിക്കുന്ന മെത്രാൻ കൂലിപ്പണിയല്ലേ ചെയ്യേണ്ടത്? പക്ഷെ അതും ചെയ്തിട്ട് ഞായറാഴ്ചയാകുമ്പോൾ വലിയ ഭക്തിയും കുരിശും ഒക്കെ കൊണ്ട് നടക്കും, ആട്ടിക്കൊണ്ട് നടക്കും. ഇതെന്താണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ? ഞാൻ പറഞ്ഞു വന്നത് നാം യഥാർത്ഥത്തിൽ അധ്വാനിക്കുന്നുവെങ്കിൽ, വേദപുസ്തകത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ വിഭാവനം ചെയ്തിരിക്കുന്ന അധ്വാനം, നാം യഥാർത്ഥത്തിൽ അധ്വാനിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫലം എന്താണ്? നമ്മുടെ വളർച്ചയാണ്. ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് നാം വളരുന്നതിന് വേണ്ടിയാണ്. അത് വളരെ പ്രത്യേകമായി നാം മനസ്സിലാക്കുക. നാം ജനിക്കുമ്പോൾ അത് ചില സാധ്യതകളുടെ മാത്രം പിറവിയാണ്. ചില സാധ്യതകൾ, ആ സാധ്യതകളെ വിഭാവനം ചെയ്ത ദൈവമാണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സാധ്യതകളെ വിഭാവന ചെയ്യാൻ കാര്യം, ദൈവത്തിന് ഈ സകല സൃഷ്ടിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റേതായ ഒരു പദ്ധതിയുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു കാഴ്ചപ്പാടും. ആ വലിയ പദ്ധതിയിൽ എൻ്റേതായ ഒരു ചെറിയ റോളുണ്ട്. അതൊരു ചെറിയ ഒരു നാനോ പാർട്ടിക്കിളാണെന്ന് വിചാരിച്ചു. പക്ഷേ അതെന്നെക്കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ. കാരണം എന്നെപ്പോലെ വേറൊരാൾ ഈ ഭൂമിയിലില്ല. അപ്പോൾ എൻ്റെ പ്രത്യേകതയുടെ അർത്ഥം എന്താണ്? ഈ വലിയ ബൃഹത്തായ പദ്ധതിയിൽ എനിക്കായി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായ കടമയുണ്ട്. ഞാൻ ചെയ്യുന്ന അധ്വാനം അതുമായി ബന്ധമുള്ളതായിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമേ ഞാൻ ചെയ്യുന്ന അധ്വാനത്തിൽ കൂടെ എൻ്റെ വ്യക്തിത്വം വളരുവാൻ സാധ്യമാകുകയുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര അധ്വാനിച്ചാലും 24 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്താലും നാം വളരുകയല്ല, തളരുക മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ അധ്വാനിക്കുന്നതിൽ കൂടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ച പ്രാപിപ്പാൻ കഴിയാത്ത ഏവരും അനുദിനം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് വളർച്ചയല്ല, പിന്നെയോ അപകർഷതാബോധമാണ്. എന്താണ് ഈ അപകർഷതാബോധം? ഞാൻ പ്രാപിക്കേണ്ടിയിരുന്ന, എനിക്ക് പ്രാപിക്കാൻ കഴിയാമായിരുന്ന വ്യക്തിത്വ വളർച്ചയോട് നീതി പാലിക്കുവാൻ ഞാൻ കൂട്ടാക്കിയില്ലല്ലോ. എന്തുകൊണ്ട് കൂട്ടാക്കിയില്ല? ഞാൻ ഈ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എന്തുകൊണ്ട് ഈ സുപ്രധാനമായ കടമയിൽ ഞാൻ പരാജയപ്പെട്ടു? ഞാൻ മനഃപൂർവ്വം എന്നെ തന്നെ മറ്റുള്ളവരുടെ അടിമയാക്കി സമർപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകളും
മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എങ്ങനെ കാണും, മറ്റുള്ളവർ എന്നെപ്പറ്റി എങ്ങനെയാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരങ്ങനെ വിചാരിച്ചാലോ ഇങ്ങനെ വിചാരിച്ചാലോ. ഇപ്പം നിങ്ങൾക്കറിയാം, കേരളത്തിൽ തലമുടി ഡൈ ചെയ്യാത്ത അപൂർവം പുരുഷന്മാരൊരാൾ ഞാൻ. എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ 30 വർഷം, അയ്യോ തലമുടി ഡൈ ചെയ്യുന്നില്ല, ആളുകളെന്ത് പറയും. ആളുകളെന്ത് പറയാനാണ്? എനിക്ക് ആളുകൾക്ക് സംഭാവന ചെയ്യാനായിട്ട് തലമുടിയേ ഉള്ളൂ. അതുപോലെ മറ്റുള്ള അനേക കാര്യങ്ങൾ ഞാൻ അത് വിശദീകരിക്കുന്നത് പറഞ്ഞു വന്നത്, നാം ജീവിതത്തിൽ ചെയ്യുന്ന 100% മറ്റുള്ളവരെ ഭയന്നും മറ്റുള്ളവരെ വല്ല വിധേനയും പ്രീതിപ്പെടുത്തണമെന്നുള്ള ഈ ഒരു അടിമത്ത മനോഭാവത്തിലാണ്. സ്വതന്ത്രമായി നാം ആരോടും ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? അങ്ങനെ സ്വതന്ത്രമായി മനുഷ്യരോട് പരസ്പരം സൗഹാർദ്ദം പ്രാപിപ്പാൻ, ബന്ധം നിലനിർത്താൻ പഠിക്കാത്ത, പരിശീലിക്കാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും അതിൻ്റെ സുഖം അനുഭവിക്കാൻ കഴിയാത്ത ആളുകളോട് അപ്രകാരം ഒരു ബന്ധം പുലർത്താൻ നാം ശ്രമിച്ചാൽ അത് തകർച്ചയിലേ അവസാനിക്കത്തുള്ളൂ. കാരണം അവർക്കത് അറിഞ്ഞുകൂടാ. 1ാം ക്ലാസ് പാസ്സാകാത്തൊരു കുഞ്ഞിനോട് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിലെ ഒരു ടെക്സ്റ്റ് ഞാൻ പഠിപ്പിക്കാൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ആയിരിക്കും. ഇതൊരു വലിയ ഭാരമാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഞാൻ വളരെ ലളിതമായി ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യത്തിൻ്റെ സാരാംശം ഒന്നുകൂടെ അവതരിപ്പിക്കുകയാണ്. നാം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം, നാം കൈകാര്യം ചെയ്യുന്ന ചുമതലയോ, നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളോ, അത് സാമ്പത്തികമാകാം, വൈകാരികമാകാം, എന്തുമായിക്കൊള്ളട്ടെ, അതൊന്നുമല്ല. നാം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം നമ്മുടെ അണ്ടർ ഡെവലപ്മെൻറ്റാണ്. നമ്മൾ വ്യക്തിത്വത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ സഖായികളാണ്. ആ ഭാരം വഹിക്കാൻ വേണ്ടിയിട്ടാണ് സഖായി ഇറങ്ങി ഓടിയത്. ആ ഭാരം എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ, അവൻ്റെ ഭാഗ്യത്തിന് അങ്ങനെ അവൻ്റെ ഭാരം ഇറക്കി വെക്കാൻ ഒരിടമുണ്ടായി. അതിൻ്റെ പേരാണ് യേശു. അതിനുശേഷം അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ വളർച്ച നിങ്ങൾ കാണുന്നില്ലേ? അവൻ സന്തോഷം അനുഭവിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ സഖായിക്ക് ആശ്വാസം ലഭിച്ചു. ആശ്വാസം നാം പ്രാപിക്കേണ്ടവരാണ്. വാസ്തവത്തിൽ നാം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഭാരം, നാം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപകർഷതാബോധം, നമ്മുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അടിമത്വത്തിൻ്റെ ഈ വലിയ ക്ലേശം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. യേശു ബെഥനിയയിലെ ഗ്രാമത്തിലുള്ള ഒരു കുടുംബത്തിൽ പോയി എന്ന് നമുക്കറിയാം. മാർത്തയുടെയും മറിയുടെയും വീട്. യേശുവിന് വേണ്ടി കതക് തുറന്നു കൊടുത്തത് മാർത്തയാണ്. പക്ഷേ കതക് തുറന്ന് പകുതി തുറക്കുന്നതിന് മുമ്പ് ഓടി അടുക്കളയിലോട്ട് ഓടി. പാചകം ചെയ്യണ്ടേ? ഒരു വലിയ അതിഥി വന്നിരിക്കുന്നു, വയറ് നിറച്ച് തീറ്റണ്ടേ? ഇപ്പം ഭാരതത്തിൽ മതപരമായി നോക്കുമ്പോൾ ഏറ്റവും പുണ്യമായ കൃത്യം ബ്രാഹ്മണർക്ക് വയറ് നിറച്ച് ചോറ് കൊടുക്കുക, ഊട്ടുക, ബ്രാഹ്മണരെ ഊട്ടുക എന്നുള്ളതാണ്. അത് ബാഹ്യലോകം നമ്മെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സങ്കല്പമാണ്. അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ ആരും ചോദിക്കില്ല, കാരണം അതിന് ധൈര്യപ്പെടില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും അതിഥി സൽക്കാരത്തെപ്പറ്റി ചില ധാരണകൾ വെച്ച് പുലർത്തിയിട്ടുണ്ട്. അതിഥി വരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ പൂക്കാറാണ്, പിന്നെ ഭ്രാന്താണ്, പിന്നെ വെപ്രാളമാണ്. അയ്യോ അവിടെ അത് ഇത് പിടിച്ചു അതോ. മാർത്ത അങ്ങനെയായിരുന്നു. എന്തുകൊണ്ടാണ് മാർത്ത അങ്ങനെ പ്രവർത്തിച്ചത്? അവൾ അന്ന് നിലവിലിരുന്ന ധാരണകളുടെ അടിമയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് മറിയ സ്വീകരിച്ചു. അതിനെപ്പറ്റിയാണ് യേശു പറയുന്നത്, അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ലതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണത്? സ്വാതന്ത്ര്യം. ബാഹ്യമായ സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തണം, സാമൂഹ്യമായ ഈ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഞാൻ ഒതുങ്ങി നിന്നോണം, മറ്റുള്ളവരെന്ത് പറയുമെന്ന് പേടിച്ച് വിറച്ച് ഞാൻ നിന്നോണം, മറ്റുള്ളവരെ പ്രീതിപ്പിക്കുക, അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ ഒരു ഡോർമാറ്റാക്കി കൊടുക്കണം, എന്തും സഹിക്കണം. അതല്ലാതെ മറ്റൊരു കാര്യവും എനിക്കില്ല. എനിക്ക് എൻ്റെ വ്യക്തിത്വത്തോട് നീതി പാലിക്കേണ്ട കാര്യമില്ല. ഇത് പറയുമ്പോൾ സാന്ദർഭികമായി മാതാപിതാക്കന്മാരുടെ ഞാനൊരു വാക്ക് പറയുകയാണ്. ഇന്ന് ബഹുഭൂരിപക്ഷം മാതാപിതാക്കന്മാരും അവരോട് കാണിക്കുന്ന അപരാധവും അനീതിയും
വളരെ ഘോരമാണ്. എന്താണെന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. അവരവരുടെ മക്കളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി കമന്ന് കിടന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്. എന്നാൽ അവർ ചെയ്യേണ്ടത് എന്താണ്? അവർ അവരെ തന്നെ ദൈവത്തോടുള്ള ഉത്തരവാദിത്ത ബോധത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഒരു മാതാവിന്, ഒരു പിതാവിന് അവരുടെ മകൾക്കോ മകനോ ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം എന്താണ്? തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം തങ്ങളുടെ മക്കളിൽ ഉദിക്കുക എന്നുള്ളതാണ്. അതിന് കൂട്ടാക്കുന്ന മാതാപിതാക്കന്മാരൊന്നുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അതില്ല എങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങൾ കൂടുതൽ കൂടുതൽ ത്യാഗബുദ്ധിയോടെ നിങ്ങളുടെ മക്കളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളെ തന്നെ സെർവൻസിനെ പോലെ, ഭൃത്യന്മാരെ പോലെ അധപ്പതിപ്പിച്ചാൽ തീർച്ചയായും നിങ്ങൾ അവഗണിക്കപ്പെടും, നിങ്ങൾ ചവിട്ടി മെതിക്കപ്പെടും. അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങളുടെ മക്കളല്ല, നിങ്ങൾ തന്നെയാണ്. ഇന്ന് ബഹുഭൂരിപക്ഷ മാതാപിതാക്കന്മാരും അവരുടെ ജീവിത സായാഹ്നത്തിൽ കണ്ണുനീരിൻ്റെ അനുഭവത്തിലാണ്. പലപ്പോഴും കരയാൻ പോലും ധൈര്യമില്ല. എൻ്റെ കാര്യം എന്താണ്? ഇത് തന്നെയാണ്. അവർക്ക് അവരോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ മനസ്സില്ലായിരുന്നു. അതിനു പകരം സ്വന്തം മക്കളെ കുട്ടിദൈവങ്ങളായി ഉയർത്തുകയും അവരുടെ മുമ്പിൽ കവിന്ന് വീണ് അവരെ ആരാധിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഈ മാതാപിതാക്കന്മാർക്ക് യാതൊരു വിലയുമില്ലാതായി തീർന്നു. നിങ്ങളൊരു മാതാവാണ്, ഒരു പിതാവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കടമയുണ്ട്, എല്ലാറ്റിനും ഉപരി ഒരു കടമയുണ്ട്. നിങ്ങളുടെ വ്യക്തിത്വത്തെ യേശുവിൻ്റെ വ്യക്തിത്വത്തോടെ ഉയർത്തുക. അതില്ല എങ്കിൽ നിങ്ങളാകപ്പാടെ സമ്പാദിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്നുള്ള ലേബൽ മാത്രമായിരിക്കും. ഈ ഒരവസ്ഥയിൽ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ സാധ്യമാണ്, ആവശ്യമാണ്, അവകാശമുണ്ട്. ഇതാണ് യേശുവിൻ്റെ സുവിശേഷം. അതെങ്ങനെ സംഭവിക്കും? എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ആയിത്തീരുക എന്നാണ് അർത്ഥം. എന്താണ് എന്നെപ്പോലെ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ? യേശു ആരാണ്? യേശു പറഞ്ഞു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് എൻ്റെ ഭക്ഷണപാനീയങ്ങളാണ്. എൻ്റെ അർത്ഥം, ഈ ലോകത്തിലുള്ള ഓരോ കയറുകൊണ്ടും എന്നെ കെട്ടിയിടാൻ ആരും നോക്കണ്ട. മറ്റാരുടെയും അടിമയായിട്ട് ജീവിക്കാനല്ല ഞാനിവിടെ വന്നത്. നമുക്കറിയാം, മൂന്നാമത്തെ പരീക്ഷ യേശു അഭിവരിച്ച് സാത്താനെ വീണ് 1 മിനിറ്റ് നമസ്കരിച്ചാൽ ലോകത്തിലെ രാഷ്ട്രങ്ങൾ വീണ്ടും യേശുവിന് കിട്ടുമെന്നാണ് പറയുന്നത്. അതെനിക്ക് വേണ്ട. ഞാൻ ആരെയും പ്രീതിപ്പെടുത്താനോ ആരെയും ആരാധിക്കാനോ വന്നതല്ല. ആരുടെയും പദ്ധതിയിൽ കിടന്ന് ഉരുളാൻ വന്ന മണ്ടനല്ല ഞാൻ. എനിക്ക് വ്യക്തമായ ജീവിത ലക്ഷ്യമുണ്ട്. എനിക്കൊരു ഉത്തരവാദിത്വ ബോധമുണ്ട്. എനിക്കെൻ്റെ വ്യക്തിത്വത്തെ പറ്റിയുള്ള അമൂല്യമായ, അത് നിസ്സീമമായ വിലയുണ്ട്. അതിനെ പരിരക്ഷിക്കുകയും അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുകയും അതിനെപ്പറ്റി ദൈവം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ 100% സഫലീകരിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അഭിമാനം. അതിന് ഒരു വിധത്തിലും ഒരു പൊത്തുരുത്തം ഉണ്ടാകുകയില്ല, കോംപ്രമൈസ് ഉണ്ടാവില്ല. അതാണൊരു വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മം. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ കഴിയും. അങ്ങനെ വളരുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനമുണ്ടാകുകയുള്ളൂ, ആശ്വാസമുണ്ടാകുകയുള്ളൂ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശുവിൽ ആശ്വാസം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആകുന്നതിൽ കൂടെ നാം പ്രാപിക്കുന്ന ആശ്വാസമെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. മറ്റൊരു മാജിക്കൽ അർത്ഥവും അതിനകത്തൊന്നുമില്ല. ആരും കൂട്ടിച്ചേർക്കുകയും വേണ്ട. അപ്പോൾ ദയവായി മനസ്സിലാക്കുക, നാം ഇന്ന് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണ്. അധ്വാനം, നാം ഇപ്പോൾ നടത്തുന്ന അധ്വാനം ദൈവം വിഭാവന ചെയ്ത അധ്വാനമല്ല, അത് അടിമത്വമാണ്. ഈ അടിമത്വത്തിൻ്റെ ശാപം അതിൽ കൂടെ നാം വളരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ആജീവനാന്തം വളർച്ച മുട്ടി നിൽക്കുന്ന എന്നല്ല പറഞ്ഞത്, വളർച്ച മുട്ടി നിൽക്കുന്ന വ്യക്തികൾ ഒരു വിധത്തിലും ഒഴിച്ചുകൂടാൻ വയ്യാതെ അവർ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഭാരമാണ് ഈ അപകർഷതാബോധം. ഓരോ വ്യക്തിക്കും അവനെപ്പറ്റി അവളെപ്പറ്റിയുള്ള ഈ ഒരു ആന്തരികമായ പുളിപ്പ്, വൈക്ലഭ്യം, അതും വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിന് ഒരു മാറ്റമുണ്ടാകണം. ആ മാറ്റമുണ്ടാകാനുള്ള വഴി യേശുവാണ്. നിങ്ങൾ എന്നിലേക്ക് വന്നാൽ, എന്നെപ്പോലെ ആയാൽ നിങ്ങൾ ആശ്വാസം പ്രാപിക്കും. ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും അതീവമായി ദാഹിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അത് പ്രാപിപ്പാൻ സാധ്യതയുള്ള ഇടത്തിലേക്ക് തിരികെയില്ല. അതാണ് മനുഷ്യൻ്റെ ഒരു ശാപം. എന്നാൽ ചില ആളുകളൊക്കെ ഈ ഒരു സത്യം, പരമമായ സത്യം തിരിച്ചറിഞ്ഞ് യേശുവിലേക്ക് തിരികെയും
അത്ഭുതകരമായ ആശ്വാസം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്, ഇനിയും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നതും നമ്മുടെ ഒരു ആഹ്ലാദമാണ്. ഏതായാലും വചനം വെളിപ്പെടുത്തിയ സത്യമിത ഞാൻ നിങ്ങൾക്കായി നൽകിയിരിക്കുന്നു. ഇനിയും ഇതിൻ്റെ ബാക്കിയുള്ള ചുമതലകൾ നിങ്ങൾ ദൈവത്തോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധത്തിൽ കൈയാളുവീൻ. ഈ ഒരു വചന വെളിപ്പെടുത്തലിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ ആത്മീയ വെളിച്ചം ലഭിച്ചു എന്ന് ഞാൻ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുകയാണ്. വചനം മൂലം നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും ശക്തീകരിക്കുകയും ചെയ്യപ്പെടുമാറാകട്ടെ. ക്രിസ്തുവാകുന്ന തലയോളവും വളരുവാനുള്ള ആഹ്വാനമാണ് ജീവൻ്റെ വചനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.